ഒട്ടും ആവശ്യമില്ലാത്ത ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ വന്ന് നിർണായകമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാക്കിയിട്ട് വന്നതാണ്. കിടക്കട്ടെ. നല്ല ഇനം അഭിനയങ്ങൾക്ക് സമീപിക്കുക. ചന്തു ചൂടൻ. ഈ ലോബിയുടെ പേരെന്താ? പടമുകൾ ലോബി. ഈ ആക്ഷനും നേഹയുണ്ട്, ചിതുണ്ട്, ചിദംബരമുണ്ട്, സുഷിനുണ്ട്, അരുൺ കുര്യനുണ്ട്, പിന്നെ നമ്മളുടെ ബ്രദർ. നിനക്ക് ആദ്യം പറയണോ അല്ലെങ്കിൽ നീ പറയാൻ പറ്റും? ഞങ്ങൾ ഒഴിച്ചുവിടാല ക്വസ്റ്റ്യൻ അതാണ്. അതിഗംഭീര വിജയങ്ങളാണ് 2024 മലയാള സിനിമയിൽ കിട്ടിയിട്ടുള്ളത്. ആൻഡ് ആ കൂട്ടത്തിലേക്ക് നടികർ എത്താൻ വേണ്ടി പോവാണ്. ആൻഡ് ക്ലബ് FM-ൽ അഹനയോടൊപ്പം ഇന്നുള്ളത് ടീം നടികരാണ്. ബാലു വർഗീസ്, ചന്തു ആൻഡ് ടോവിനോ. നമസ്കാരം. എന്നിട്ട് എന്തുണ്ട് വിശേഷം? ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ പറഞ്ഞ സിനിമ അങ്ങോട്ട് റിലീസ് ആവാനായി. ഈ നടികർക്ക് അതിൻ്റെതായിട്ടുള്ള ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നാൽ, അല്ലെങ്കിൽ ടോവിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ഒരു പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ വരുന്നത് ഇതിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഒരുപാട് ഇൻ്റർവ്യൂസ്, പ്രൊമോഷണൽ വീഡിയോസ് ഒക്കെ തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇതിൻ്റെ അകത്ത് ഇവള് ഇത് ചോദിക്കരുതേ എന്ന് വിചാരിക്കുന്ന 2 ചോദ്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഉത്തരം പറഞ്ഞു ഇതായിട്ടുള്ള എല്ലാവരും കൂടെ ഒരു 10-20 മേലെ ഇന്റർവ്യൂസ് അടുപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് 3 ദിവസം കൊണ്ടൊക്കെ. 20 അല്ല, കൂടുതലുണ്ടാവും. അപ്പോൾ നിങ്ങളുടെയും കുറ്റമല്ല, അത് മിക്കവാറും കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്ത് കവറായിട്ടുണ്ടാവും. പക്ഷെ എന്നാലും പരമാവധി നമുക്ക് അതിൽ പറഞ്ഞ ഉത്തരങ്ങൾ വേറെ സെന്റൻസുകളായിട്ട് ഞങ്ങൾ പറയാം. ആൻഡ് 2024 നമ്മൾ പറഞ്ഞ പോലെ തുടക്കം മുതൽ എല്ലാ സിനിമകളും നല്ല രീതിയിൽ ഒരു തമിഴ്, തെലുങ്ക്, ഹിന്ദി അങ്ങനെ ഒരു ഇതില്ലാതെ സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നല്ല രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അവരെല്ലാവരും വാച്ച് ചെയ്യുന്നു. ഇപ്പോൾ ഹിന്ദിയിൽ നിന്നൊക്കെ തന്നെ ആയാലും ഒരുപാട് ഇൻ്റർവ്യൂസ് നമ്മളുടെ ഡയറക്ടേഴ്സ്, ആക്ടേഴ്സിനെ വെച്ചിട്ടൊക്കെ ചെയ്യുന്നു. അതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പ്രൗഡ് ഫീലാണ്. ആൻഡ് നടികർ കൂടി ഇറങ്ങുമ്പം ഇനിയും ഒരുപാട് സിനിമകൾ ഈ ഒരു കൊല്ലം റോളിൽ ഇറങ്ങാനുണ്ട്. ഇതെല്ലാം കൂടി ആകുമ്പോൾ മലയാളത്തിലെ ഒരു 1000 crore ക്ലബിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മൊത്തം ഓൾറെഡി കുറെ ആയിട്ടുണ്ട്. 800 crore അടുത്തായി. ഇവര് 10-200 കോടി ഇപ്പൊ നിങ്ങളൊക്കെ വേണം ക്ലബ്ബ് കയറണം എന്നുള്ള ആ ഒരു രീതിയിലേക്ക് ആവുമോ മലയാള സിനിമ? ഇവർക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെന്ന് പറയാം. ഈ ക്ലബിന്റെ ആണോ? 200 കോടി ക്ലബിന്റെ. ഓ അങ്ങനെ 100ഒന്നുമില്ല. അപ്പൊ 100ഒന്നുമില്ല, 200ന് മുകളിലേക്ക്. അതിലേക്ക് അതിന് ഇന്റർവ്യൂ ഇട്ടുണ്ട്. അത് വലിയ പാടാ. അതിന്റെ ചീഫ് ആരാണ്? ലീഡറാണ് അഡ്മിൻ ഗ്രൂപ്പിന്റെ? ആണല്ലേ. എന്നിട്ട് ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടാവും, എന്നാലും വൈ നടികർ എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ പെർസ്പെക്റ്റീവ് ഉണ്ടാവും. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാവോ? നിനക്ക് ആദ്യം പറയണോ അല്ലെങ്കിൽ നീ പറയാൻ പറ്റും? ഞങ്ങൾ ഒഴിച്ചുവിടാല ക്വസ്റ്റ്യൻ അതാണ്. അതന്നെ സെയിം. അല്ല, ഇതിൻ്റെ സംബന്ധിച്ചാൽ ഇപ്പോൾ പല ആൾക്കാർക്കും പുറമേ നിന്ന് സിനിമ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു സിനിമാ നടന്മാരെ കാണുമ്പോൾ, സ്പെഷ്യലി സൂപ്പർ സ്റ്റാർസിനെ കാണുമ്പോൾ ഇവരുടെ ജീവിതം എന്താണ്, അതിൻ്റെ ഇവരെങ്ങനെ ഇരിക്കും, ഇവരുടെ ഒക്കെയുള്ള പരിപാടികൾ ശരിക്കും ഈ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും അല്ലെങ്കിൽ സിനിമയെ കണ്ട ക്യാരക്ടേഴ്സ് വെച്ചൊക്കെയാണ് കുറേയൊക്കെ ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നതും പരിപാടികൾ. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ശരിക്കും വായിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ജീവിതമാണ്. അയാളുടെ ഒരു ഓക്കെ ആക്ടർ അതൊരു ബെറ്റർ അല്ലെങ്കിൽ അടിപൊളി ആക്ടറായി മാറുന്നു, അങ്ങനത്തെ ഒരു ജേണിയാണ്. അപ്പോൾ ഇയാളുടെ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്, ഇയാൾ പുറത്തുള്ള ആൾക്കാരുടെ അടുത്ത് കാണിക്കുന്ന ഒരു പെരുമാറ്റം കാണിക്കുന്നുണ്ട്, വണ്ടിയിലൊന്നും ഇയാളുടേതായിട്ടുള്ള ദേഷ്യങ്ങളും പ്രശ്നങ്ങളും ഇയാളുടെ കരച്ചിൽ, അപ്പോൾ ഒരു ഫ്രസ്ട്രേഷൻസ് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പരിപാടിയാണ്. ഇത് എങ്ങനെയായിരിക്കും ഈ മനുഷ്യന്മാരെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അറിയാനുള്ളൊരു കൗതുകം ഉണ്ടല്ലോ, അത് ഭയങ്കര രസമായിട്ട് പടം മുഴുവൻ കാണിച്ചു പോയിട്ടുണ്ട്. പിന്നെ കൂടാതെ ഈ സൂപ്പർ സ്റ്റാറിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയാളുടെ ഒരു ഗ്രോത്ത്, അപ്പോൾ അത് ഭയങ്കര ഒരു പാടായിട്ടുള്ളൊരു പരിപാടിയാണ്. ഈ അഭിനയത്തിൻ്റെ ഒരു വളർച്ച നമുക്ക് കാണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമായിട്ട് അഭിനയിച്ചിട്ട് പിന്നെ നന്നായിട്ട് അഭിനയിച്ച് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് ടോഫി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടി, ആ ഒരു പ്രോസസ്സ് ഇത് സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവും, അതൊരു പുതുമ ഉണ്ടാവും മലയാളികൾക്ക് അല്ലെങ്കിൽ ഓഡിയൻസിന്. പുതിയ രീതിയിലുള്ള സിനിമകൾ കാണാം. ഇപ്പോൾ ഈ നമ്മുടെ പോസ്റ്റേഴ്സും പരിപാടിയൊക്കെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഒരു
കളർപ്പടം ഭയങ്കര colourful കളർപ്പടം അപ്പൊ ഡെഫിനറ്റ്ലി കളറുണ്ട് പടത്തിൽ. ഒരു സൂപ്പർ സ്റ്റാർ ആണ്, ഒരു വോണബി സ്റ്റാർ, അല്ലെങ്കിൽ ഇയാൾക്ക് കാണിക്കണം സൂപ്പർ സ്റ്റാർ, ഞാനൊരു സൂപ്പർ സ്റ്റാർ അല്ലടാ എന്ന് പറയുന്ന പോലത്തെ ഒരാളാണ്. അപ്പൊ അങ്ങനത്തെ നിഷ്കളങ്കനാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ആളിന്റെ ഒരു വളർച്ച കാണിക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അത് കാണാനുണ്ട്. ബാലുവിന്റെ ഇതിൻ്റെ അകത്തുള്ള ക്യാരക്ടർ എനിക്ക് തോന്നുന്നു നമ്മളെ മെയിൻ ആയിട്ടുള്ള ഡേവിഡുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളായിട്ട്. ഡേവിഡ് പടിക്കലിന്റെ അസിസ്റ്റന്റ് ആണ്. അപ്പോൾ ശരിക്കും ഒരു ഒരു ആക്ടറിന്റെ ലൈഫിനെ സംബന്ധിച്ച് അസിസ്റ്റന്റിന്റെ ഒരു പങ്ക് ഭയങ്കര കാര്യമായിട്ടുണ്ട്. എപ്പോഴും കൂടെയുള്ള ബന്ധം ഉണ്ടാവണ കൂടെ ഉണ്ടാവുന്നത് ഏറ്റവും കൂടുതൽ കാണുമ്പോൾ ഒരു അടുപ്പം ഉണ്ടാവുമല്ലോ. അല്ല ഞാൻ പറയണ ഒരാൾക്ക് നമ്മൾ ജനറലി ഒരു ആക്ടറിന്റെ ഫാമിലിയെക്കാളും ഒക്കെ കൂടുതൽ അടുപ്പം ഉണ്ടാവുന്നത് കൂടുതൽ സംസാരങ്ങൾ ഈ കഥ പറയാൻ സ്റ്റോറി ഇട്ടല്ലോ. ഈ ചെറിയ ഭാഗം മാത്രം അതെ 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 ഈ ചെറിയ ഞാൻ പറഞ്ഞത് അതെങ്ങനെയാ വരുന്നുണ്ടോന്നല്ലേ. ചന്തുവിന് എന്തായിരുന്നു ഇതിൻ്റെ അകത്ത് വരാനായിട്ട്? ഇപ്പം പറഞ്ഞ പോലെ മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറിയായിരുന്നു. മെയിൻ ആയിട്ടുള്ള റീസൺ ജിൻചേട്ടൻ തന്നെയാണ്. ജിൻചേട്ടനാണ് എനിക്ക് വലിയ ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൽ നിന്ന് ഇങ്ങനെ നല്ല കഥ നോക്കി സെലക്ട് ചെയ്യാനുള്ള എനിക്ക് ജിൻചേട്ടൻ പറഞ്ഞ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പരിപാടിയാണ്. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അച്ഛൻ ചോദിക്കുമ്പോൾ പറയാൻ എനിക്കൊരു ഇതുണ്ടാവണം, അതായത് നെക്സ്റ്റ് മൂവി ഞാൻ അതിൽ ഉണ്ട് എന്നുള്ളത്. അത് ഞാനത് പറയാതിരിക്കാൻ വേണ്ടിട്ടാണ് വേറെ രീതിയിൽ പോകുന്നത്. സമ്മതിക്കില്ല. അതല്ലാതെ തന്നെ ഈ ഒരു സിനിമയിലേക്ക് ഇത് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ആ ക്യാരക്ടർ അത്രയും അല്ല, അത് എന്നോട് പറഞ്ഞ എനിക്ക് സ്ക്രിപ്റ്റ് പറഞ്ഞത് സൂഞ്ചേട്ടനാണ്. സൂഞ്ചേട്ടൻ പറഞ്ഞു തന്നപ്പോൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതിനകത്ത് ഒട്ടും ആവശ്യമില്ലാത്ത നിർണായകമായ ഒരു ഘട്ടത്തിൽ വന്ന് നിർണായകമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാക്കിയിട്ട് വന്നതാണ്. കുറച്ച് പ്രശ്നം എന്തായാലും കിടക്കട്ടെ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ടോബിയുടെ. ഡേവിഡ് പടിക്കലിന്റെ ഫാൻ ബോയ് ആണ് പുള്ളിക്കാരൻ. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ക്യാരക്ടർ. പിന്നെ കഥയും ഇതിൻ്റെ അകത്ത് വരുന്ന സമയത്ത് ആ ഒരു നമ്മളെ ലാലേട്ടൻ്റെ ആ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഇത് എവിടെയെങ്കിലും ഓവറായി പോകുമോ എന്നുള്ള ആ ഒരു ഡൗട്ട്, അതായത് നമ്മളെന്തായാലും അതിനെ എക്സാജറേറ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു? ചെയ്യാറിയില്ല അല്ലേ, കറക്റ്റായിട്ട് ചെയ്യാറിയുള്ളൂ. എന്ത് ചെയ്താലും കറക്റ്റ് ആയി പോകും. അതാണ് കറക്റ്റ് ആയിട്ട് അതും കിട്ടിയെന്നല്ലേ. അത് ചെയ്യുമ്പോൾ ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല. എനിക്ക് അങ്ങനെ ഇത് ആൾക്കാരെങ്ങനെ കാണുമെന്ന് എനിക്ക് ജിൻചേട്ടൻ ഓക്കെ പറഞ്ഞപ്പോ അത് സെറ്റായി. നമുക്ക് അവിടെ ഓക്കെ പറയുന്നിടത്താണല്ലോ നമ്മൾ നിൽക്കുന്നതാ. ആളുകൾ ഇനി എങ്ങനെ എക്സ്പെക്ട് ചെയ്യുമെന്നുള്ളത് ഇനി വരുമ്പോ അറിയാം. എനിക്ക് ഇതിനകത്ത് ചന്തുവിന്റെ രീതിയിൽ എനിക്ക് വേറൊരു കാര്യം കൂടി എനിക്ക് തോന്നിയിട്ടുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സലീമേട്ടനെ ശരിക്കും നമ്മുടെ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെ ഇടയിൽ അങ്ങനത്തെ ഭയങ്കര ഒരു അങ്ങനെ എന്തും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓവർ ആണല്ലോ എന്ന് തോന്നാൻ വേണ്ടില്ല, നമുക്കത് ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഭാഗ്യം ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതേ സാധനം ചന്തുവിലേക്കും കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഭയങ്കര ഇവന്റെ ഇപ്പൊ മുഖം വെച്ചും അതിന്റെ ഒരു സിമിലാരിറ്റി ഉണ്ടെങ്കിൽ ിരിക്കുകയാണല്ലേ. കൊള്ളാം അല്ലേ? എങ്ങനെയാണ് ചന്തു? ഞാൻ മുമ്പേ കുറച്ച് ഇന്റർവ്യൂസിലൊക്കെ കണ്ടപ്പോൾ നല്ല തഗ് ഡയലോഗ് ഒക്കെ അടിക്കുന്നത്. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ആള് ചൂടനാണോ ഇനിയിപ്പോൾ നമ്മളെ ഇരുത്തി പാട്ടോ. എങ്ങനെയാണ് ചന്തുവിന്റെ ഒരു, നിങ്ങളിപ്പോൾ കുറേ ദിവസം സെറ്റിൽ ഉണ്ടായിരിക്കും, ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു ഫാമിലി പോലെ. പരിപാടി ചന്തു ചൂടനാണോ അറിയാൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യും. നല്ല ഇനം അഭിനയങ്ങൾക്ക് സമീപിക്കുക. ചന്തു ചൂടൻ. അപ്പോൾ ചൂടനൊന്നല്ല, വളരെ കൂൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അല്ലേ? അത് പറയുമ്പോ എന്നൊരു സൈലൻസ്. നിങ്ങളെന്തെങ്കിലും പറയുന്നത് അപ്പം ഡേവിഡ് പടിക്കൽ എന്ന് പറയുന്ന ക്യാരക്ടർ ആൻഡ് ഈ ഒരു ടീസറിൽ കാണുമ്പോൾ തന്നെ ആൾക്ക് കുറച്ച് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നിയിട്ടുണ്ട്. ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അത് നമ്മൾ സീറ്റ് ഗ്രാബ് ചെയ്യുന്നത് നമ്മൾ കാണും. പിന്നെ ഡെസ്പറേറ്റ് ആയിട്ട് കേക്ക് വാരി കഴിക്കണം. ആൻഡ് നമ്മൾ ഈ ഒരു ഫിലിമിലൊരു സോങ്ങും കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടിയുടെ, അതായത് ചെറുപ്പകാലം. ഇതെല്ലാം കൂടി കാണുമ്പോൾ ഒരുപാട് ഇമോഷൻ, അതായത് ആ ഒരു റോളർ കോസ്റ്ററിലൂടെ കയറി പോകുന്ന ക്യാരക്ടറാണെന്ന് തോന്നിയിട്ടുണ്ട്. ശരിക്കും ആ ഒരു ക്യാരക്ടർ നേരത്തെ പറഞ്ഞു എല്ലാം ഞാൻ നടനാണ്, അതിനപ്പുറത്തേക്ക് വളരെ ഡീപ്പാണോ ഈ ഒരു ക്യാരക്ടർ? ഈ ക്യാരക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ നമ്മളൊരു ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ക്യാരക്ടറിനെ അതിൽ നമ്മൾ കൺവിൻസ്ഡ് ആയിരിക്കണം. ആ ക്യാരക്ടർ ചെയ്യുന്ന ചെയ്തികളെല്ലാം എന്തുകൊണ്ട് അയാൾ ചെയ്യുന്നു എന്ന് ആലോചിക്കും, അതിനെയൊക്കെ ജസ്റ്റിഫൈ ചെയ്യാനും
ചുരുങ്ങിയ പക്ഷെ എനിക്കെങ്കിലും പറ്റണം. അപ്പോൾ ഈ കഥാപാത്രത്തിന് ഞാൻ ഈ കഥാപാത്രത്തിനെ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഇയാളൊരു കുട്ടിയാണ്. ഈ പറഞ്ഞ ചൈൽഡ്ഹുഡ് ട്രോമ തന്നെ ആയിരിക്കാം. പുള്ളി വളർന്നു വലുതായി കഴിയുമ്പോൾ പിന്നെ പറഞ്ഞു കൊടുക്കാനോ ഉപദേശിക്കാനോ കറക്റ്റ് വഴിയിലൂടെ നയിക്കാനോ ഒന്നും ആരും അയാൾക്ക് വേണ്ട സമയത്ത് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരാൾ പെട്ടെന്ന് ഇങ്ങനെയുള്ള സൗഭാഗ്യങ്ങളും ഫെയിമും പൈസയും ഒക്കെ വരുന്ന സമയത്ത് അപ്പോഴും പറഞ്ഞു കൊടുക്കാനും ഒന്നും ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ അയാളെ മാത്രം ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. മൊത്തത്തിൽ അങ്ങോട്ട് തെറിച്ച് നടക്കുന്ന ഒരാളായി മാറുകയാണ്. പിന്നെ ഇയാൾക്ക് എല്ലാ ദുശീലങ്ങളും ഉണ്ട്. ഒരിക്കലും നമുക്ക് അങ്ങനെ ഇയാളൊരു ഐഡിയൽ ആൾക്കാർക്ക് എന്താ പറയുക, ഇയാൾ ഐഡിയൽ ഹ്യൂമൻ ബീയിങ് അല്ല. അങ്ങനെ നമ്മളിപ്പോൾ സൊസൈറ്റിയുടെ നോംസിലെടുത്ത് നോക്കി കഴിഞ്ഞാൽ അയാൾ അങ്ങനെ ഭയങ്കര ഐഡിയൽ ഇയാളെപ്പോലെ അനുകരിക്കുക അതൊന്നും പറ്റുന്ന ആളല്ല. പക്ഷെ ഇയാൾ ഈവിളല്ല. വേറെ ആരെങ്കിലും ദ്രോഹിക്കുന്നതിനെ പറ്റി അങ്ങനെയൊന്നുമല്ല ഇയാളുടെ ചിന്ത. ഇയാളുടെ കാര്യങ്ങൾ ചില സമയത്ത് ഇയാൾക്ക് ഈ പ്രിവിലേജസ് ഒക്കെ പുള്ളി ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ളൊരു സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ ഒരു പശുമില്ലാത്ത സ്നേഹം അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ അയാൾ ഈവിളല്ല. അത് കാര്യം വെച്ചാൽ ടുവേർഡ്സ് എൻഡ് തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഇയാളുടെ ഇമോഷൻ എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ഇയാൾ എന്താണെന്നുള്ളത് നമ്മൾ കാണിക്കണമല്ലോ. പക്ഷെ പുറത്തിറങ്ങുന്ന സമയത്ത് ഇയാൾ ഫുൾ ജാടയും പരിപാടിയൊക്കെ ഉണ്ടായിരിക്കും. പുള്ളി ഇങ്ങനെ ഹലോ അങ്ങനത്തെ ശരിക്കും പറഞ്ഞാല് പാവായിട്ടുള്ള എനിക്കൊന്നും മറ്റേ ജിസേറിന്റെ പടത്തിൽ പറയണ പോലെ എതിരെ നിൽക്കുന്നതിന് ഉള്ളൊന്ന് കാണാൻ ശ്രമിച്ചാൽ എല്ലാരും പാവങ്ങളാണ് പറയണ പോലെ. ഈ ഒരു സിനിമയിൽ നേരത്തെ ബാലു ആണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മോശമായിട്ടും അഭിനയിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും. അതായത് അങ്ങനെ മോശമായിട്ട് അഭിനയിക്കാന്നുള്ളതല്ല, അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി അല്ലാത്ത പെർഫോമൻസ് ഒരു അങ്ങനെ ഭയങ്കര ഗംഭീരം എന്ന് പറയാൻ പറ്റാത്ത പെർഫോമൻസ്. നമുക്ക് മോശമാകുന്ന പോലെ അഭിനയിച്ചുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇയാള് 5-8 കൊല്ലമായിട്ടെങ്കിലും സിനിമ ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്തിട്ടുള്ള ഇപ്പോഴും അത്യാവശ്യം നല്ല നിലയ്ക്ക് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ അയാളെ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിക്ക് ബാലൻസ് കിട്ടാൻ നമ്മൾ മോശമാക്കിയിട്ട് എന്നിട്ട് നമ്മൾ ഓക്കെ ആയിട്ട് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ശ്രമിച്ചത് അയാൾ ഓക്കെയാണ്. ഒരു ഐറ്റം ഉണ്ട് അയാൾ ഫോക്കസും അയാൾ അതിന് വേണ്ടിയുള്ള എഫേർട്ടും ആണ് മിസ്സിങ്. അയാൾ ടാലന്റഡ് അല്ല എന്നുള്ളതല്ല ഇയാളുടെ പ്രശ്നം. ഇയാളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കണം. എത്ര ടാലന്റഡ് ആയിട്ടുള്ള ആളാണെങ്കിലും അത് എന്തെങ്കിലും ഒരു എഫേർട്ട് അതിലിടുക. ഫോക്കസ് മാറിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെയാണ് നമ്മൾ അതിനകത്ത് ആ ക്യാരക്ടറിനെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്യാരക്ടറിന് ആ ഫോക്കസ് തിരിച്ചു പിടിക്കുകയും അയാൾ എഫേർട്ട് എടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നന്നാവുള്ള സ്കോപ്പും ഉണ്ട്. അങ്ങനെയാണ് ഈ ക്യാരക്ടറിനെ ഞാൻ മനസ്സിലാക്കിയത്. നമ്മളുടെ എല്ലാവരുടെയും ഒരു ചിന്തയും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് നമുക്കെന്ന് വെച്ചാൽ ക്ലൈമാക്സ് വരുന്ന സമയത്ത് അത് ഏറ്റവും വൃത്തിയായിട്ട് തന്നെ ചെയ്യണം. അത് ഈ പറയുന്ന നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന സാധനം കൺവേ ആവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതും അങ്ങനെ നമ്മൾ കെയർഫുള്ളി തന്നെയാണ് ചെയ്തേക്കുന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നു ബാലു ആണെങ്കിൽ ജീൻ ചേട്ടൻ്റെ കൂടെ മിക്ക സിനിമകളിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഭാവന ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ സുരേഷ്. അപ്പം ഏകദേശം ഇവരൊരു ബെൽറ്റ് പോലെ എന്നുള്ള രീതിയിൽ കുറേ സിനിമകളിൽ നിന്നു. ആൻഡ് അതൊക്കെ കഴിഞ്ഞിട്ട് ടോവി ഇതിലേക്ക് വന്ന സമയത്ത് ഇവരെങ്ങനെയായിരുന്നു, ഇവരുടെ ഒരു വെൽക്കമിങ് കാര്യങ്ങൾ, ചന്തും ഇതിൻ്റെ അകത്ത് വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? കുറെ വർഷങ്ങളുടെ ആയിട്ടുള്ള സൗഹൃദമുണ്ട്. അതുപോലെ ഭാവന ഈ പറഞ്ഞ പോലെ ഈ ബെൽറ്റിൽ അല്ലാത്തൊരു സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ബെൽറ്റ് അങ്ങനെ ഈ ലോബിയുടെ പേരെന്താ പടമുകൾ ലോബി. അപ്പൊ അങ്ങനെയും അഭിനയിച്ചിട്ടുണ്ട്. ജീനായിട്ടും സൗഹൃദമുണ്ട്. ഞങ്ങൾക്ക് വേറെയും കോമൺ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ ഒരു അങ്ങനത്തെ ഒരു ചിന്തയൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങള് ഒരുമിച്ച് ഞാനങ്ങനെ പുതിയതായിട്ട് ഇവരുടെ ഇടയ്ക്ക് വന്ന ആളാണെന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല. അതെ, ഇതിനകത്തിൽ ഭൂരിഭാഗം ആൾക്കാരായിട്ട് എനിക്ക് സൗഹൃദമുണ്ട്. സൗഹൃദം ഇല്ലാത്തവർ ഈ സിനിമ കഥ പറഞ്ഞത് മുതൽ സിനിമ തുടങ്ങുന്നവരുള്ള സമയം കൊണ്ട് ഓൾറെഡി സൗഹൃദം ആയിട്ടുമുണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ ഒരു പുതിയൊരു പരിപാടിയായിട്ട് തോന്നി. ഇവനോടൊക്കെ ചോദിക്കും. എനിക്ക് ചേട്ടനെ ചെറുപ്പം തൊട്ട് അറിയാവുന്ന ഇവരോട് ചോദിക്കാൻ ബാലുവിനെയും ബാലുവിനോട് ചോദിക്കാൻ പറ്റില്ല, ബാലുവിന്റെ ചേട്ടനാ. പിന്നെ ആൻഡ് ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. അപ്പം മിക്ക ലൊക്കേഷനുകളിലേക്കും നിങ്ങൾക്ക് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര സ്ഥലം അങ്ങനെ എന്തെങ്കിലും ലൊക്കേഷൻ? എനിക്ക് കാശ്മീർ മാത്രം ഉണ്ടായിരുന്നില്ല, ബാക്കി എല്ലായിടത്തും ഉണ്ടായിരുന്നു. എന്നോട് കഥ പറഞ്ഞപ്പോ എനിക്ക് ഹൈദരാബാദിൽ ഷൂട്ട് ഉണ്ടാകുന്നുണ്ടോ മറ്റുണ്ടെന്നൊക്കെ പറഞ്ഞു. അവസാനം കൊച്ചി മാത്രം ഷൂട്ട് പറ്റിച്ചല്ലേ? ശരിക്കും പറഞ്ഞാൽ ശരി, ഇവരൊക്കെ വേറെ പല സ്ഥലത്തും ലൊക്കേഷൻ പോകുന്ന സമയത്ത് അവിടുന്ന് ഫോട്ടോ ഒക്കെ അയച്ചു. ഞങ്ങൾ അവിടെ എത്തിയിട്ടോ, നീ ഇവിടെ കൊച്ചിയിൽ ഫോട്ടോയില് വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ
അതൊക്കെ ഒരു സുഖം. ആൻഡ് ഈ ഒരു സിനിമേൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് സുഷിനെ കണ്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ധ്യാനിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ശരിക്കും ഈ ഒരു സിനിമേൻ്റെ ഭാഗമാണോ അല്ലെങ്കിൽ ജസ്റ്റ് ട്രെയിലർ അങ്ങനെയാണോ? വെറുതെ ട്രെയിലറിന് വേണ്ടി മാത്രം അവർ ഇൻഡിവിജ്വൽ അല്ല എന്നാലും ചില ഷോട്ട്സ് അപ്പം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പാട്ട് ചൈൽഡ്ഹുഡ് സോങ് ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ അതുപോലെ അതെ, ഇത് ഇവരുടെ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ എല്ലാവരും തമ്മിൽ ഈ സൗഹൃദമുണ്ട്. ധ്യാൻ ഇതിനകത്ത് ഈ ഡേവിഡ് പടിക്കൽ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ, ധ്യാൻ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയായിട്ട് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു സീൻ ധ്യാൻ്റെ ഉണ്ട്. പിന്നെ സുഷിനൊക്കെ വെച്ചാൽ ഇവർ ഓൾറെഡി ഭയങ്കര അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ സുഷിനൊക്കെ എനിക്കാണെങ്കിലും കുറേ നാളായിട്ട് പരിചയമുണ്ട്. ഇപ്പോൾ ഗപ്പിയുടെ സമയം മുതലോ അല്ലെങ്കിൽ അതിന് മുമ്പോ തൊട്ട് എനിക്ക് സുഷിനെ പരിചയമുള്ളതാണ്. ഗപ്പിയിലും സുഷിനെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഒരു പാർട്ടി സീക്വൻസ് ഇൻഡസ്ട്രിയിലെ കുറച്ച് ആൾക്കാരുണ്ട്. ഈ ആക്ഷനും നേഹയുണ്ട്, ചിദംബരമുണ്ട്, സുഷിനുണ്ട്, പിന്നെ അരുൺ കുര്യനുണ്ട്, പിന്നെ നമ്മളുടെ ആസിഫിന്റെ ബ്രദർ, പിന്നെ ധ്രുവനുണ്ട്. അങ്ങനെ കുറെ പേര് നമ്മളുടെ കൂടെ. അത് അവരും ഈ പറഞ്ഞ പോലെ സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ള, എല്ലാരും കൂടെ ഒരുമിച്ച് ഒരു സീനിൽ വരുന്നു എന്നുള്ളതല്ലാതെ അങ്ങനെയാണ് അത് വന്നത്. ഡേവിഡ് പടിക്കലിന്റെ ഇൻഡസ്ട്രിയിലെ ഫ്രണ്ട്സ് ആയിരിക്കാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സുരേഷ് കൃഷ്ണ അദ്ദേഹത്തിനും ഭയങ്കര സ്റ്റൈലാക്കിയിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. താടിയാണെങ്കിലും കളർഫുൾ ഡ്രസ്സാണെങ്കിൽ സാധാരണ ഒരു സിനിമയിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ നായകനായിരിക്കും ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പക്ഷേ ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ കളർഫുൾ ആണ്, എല്ലാവരും സ്റ്റൈൽ ചെയ്തിട്ടാണുള്ളത്. മീൻസ് അത് നടനാണ്, പക്ഷെ എന്നാലും ഇത് നടന്റെ കൂടെ മാനേജറായിട്ടാണ്. സുരേഷ് ചേട്ടനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ ആയിരിക്കും കുറച്ചെങ്കിലും നമ്മൾ സുരേഷ് ചേട്ടൻ്റെ ഒരു ലൈറ്റർ സാധനം കാണാൻ പോകുന്നത്. അതുവരെ വെച്ചാൽ പുള്ളി തന്നെ പറയും, ലൊക്കേഷനിൽ വന്ന ഉടനെ കണ്ണ് ചോപ്പിക്കും, അത് കഴിഞ്ഞ ഒരു ഷർട്ട് മുണ്ടെടുത്ത് വരും, നായകനെ പേടിപ്പിച്ചു ചിരിച്ചഭിനയിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല പലപ്പോഴും പറയണം. അപ്പൊ പുള്ളി ചിരിച്ചൊക്കെ ഏറ്റവും കൂടുതൽ അഭിനയിച്ചേക്കണ ഈ സിനിമയിലായിരിക്കും. സാധാരണ ലൊക്കേഷനൊക്കെ നമ്മൾ പോകുമ്പോൾ മറ്റേ അയ്യോ ഒന്ന് കണ്ണ് ചോന്നിരിക്കുള്ളൂ, എന്തോ ഒന്ന് ഉറക്കം ശരിയാ. സുരേഷ് ചേട്ടന് കണ്ണ് ചോന്നില്ലെങ്കിൽ പ്രശ്നമാണ് ആ മൂടായിരുന്നു. പക്ഷെ ഈ പടത്തിൽ ശരിക്കും സുരേഷ് ചേട്ടന് ഈ സൈഡാണ് സുരേഷ് ചേട്ടൻ്റെ ഉള്ളത്. കാര്യം ഇയാൾ ഭയങ്കര ജോലിയായിട്ടുള്ള ആൾക്കാരായിട്ട് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുന്ന, വളരെ സന്തോഷിച്ചെപ്പോഴും ഇരിക്കുന്ന ഒരാളാണ് സുരേഷ് ചേട്ടൻ. ഒരുപാട് തമാശകൾ പറയുന്ന ഒരാളാണ് സുരേഷ് ചേട്ടൻ. പക്ഷേ നമ്മൾ നേരത്തെ ഈ ഡേവിഡ് പടിക്കലിനെ പറ്റി അല്ലെങ്കിൽ ആളുകൾക്ക് ഇവരെ കാണുമ്പോഴൊരു ഇമേജ് ടോട്ടലി വേറെയാണ്. പക്ഷേ സുരേഷ് ചേട്ടൻ എപ്പോഴും മറ്റേ പ്രശ്നക്കാരനാണെന്നോ. ഞാനിപ്പോൾ ഈ സിനിമയുടെ ഷൂട്ടിന് കുറച്ചാൾ മുമ്പാണ് സുരേഷ് ചേട്ടനെ പരിചയപ്പെടുന്നത്. അതിനു മുമ്പ് പുള്ളി അങ്ങനെ ഭയങ്കര ദുഷ്ടനാണെന്നോ അങ്ങനെയൊന്നുമല്ല. നമുക്ക് അത്രയും പരിചയമില്ലാത്ത ആൾക്കാർ എങ്ങനെയുള്ള ആളായിരിക്കും എന്ന് നമുക്കറിയില്ല. പക്ഷെ പരിചയപ്പെട്ടു കൂടെ കഴിഞ്ഞപ്പോൾ നമ്മളും മനസ്സിൽ വിചാരിച്ചതിനേക്കാൾ സ്വീറ്റർ ആയിട്ടുള്ള നല്ല തമാശയൊക്കെ പറയുന്ന അപ്പോൾ എന്തുതന്നെയായാലും ഈ ഒരു സിനിമയ്ക്കുള്ള സിനിമ കൂടി പറയണതാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ മുമ്പേ പറഞ്ഞിട്ടുള്ള പോലെ നമുക്ക് പിന്നെ ഭയങ്കര കളർഫുൾ ആയിട്ട് ഹെയർ ഒക്കെ വൻ രീതിയിൽ കളർ ചെയ്ത് സെറ്റാണ്. സൗബിക്കാണെങ്കിലും സെറ്റിലുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. പുള്ളി ഈ പറഞ്ഞ ഞങ്ങൾ മൊത്തത്തിൽ എല്ലാവരും തമ്മിലുള്ള ആ ഒരു അടുപ്പം ഉണ്ടായിരുന്നു. സൗബിക്കാണെങ്കിലും ഈ ഇതിനകത്ത് വളരെ എനിക്കും ബാലുവിനും സുരേഷ് ചേട്ടനും സൗബിക്കൊക്കെയാണ് കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ എല്ലായിടത്തും ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര ഒരു ഗിവ് ആൻഡ് ടേക്കിനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു ടീം പോലെ തന്നെയാണല്ലോ ഓഫ് സ്ക്രീനിലും. മീൻസ് ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം അറിയുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് നമ്മുടെ രീതിയായിട്ട് അപ്പോൾ എന്ത് തന്നെയായാലും മെയ് 3 ഫിലിം തിയേറ്ററിൽ എത്താൻ വേണ്ടി പോവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു 1000 ക്ലബ് മലയാളത്തിലേക്ക് കളക്റ്റീവായിട്ട് വരുമ്പം അതിലേക്ക് നിങ്ങൾക്കും വലിയൊരു രീതിയിൽ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റട്ടെ. ആൻഡ് നമ്മളുടെ മലയാള സിനിമകളൊക്കെ തന്നെയും പാൻ ഇന്ത്യൻ ലെവലിൽ നിന്നല്ല എല്ലാ സിനിമാ പ്രേമികളുടെ ഇടയിലേക്ക് എത്തട്ടെ. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.